ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് 5 ദിവസത്തിനിടെ 2 വിദേശ സൈനിങ്ങുകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. മുന്നേറ്റ നിരയിൽ നിന്നും കഴിഞ്ഞ സീസണോട് കൂടി 2 താരങ്ങൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. കോമെ പെപ്ര, ജീസസ് ജിമനസ് എന്നിവർ പോയ സ്ഥാനത്തേക്കാണ് തിയാഗോ ആൽവസിനെയും അതുപോലെ തന്നെ കോൾഡോ ഒബിയേറ്റ എന്ന സ്പെയിൻ താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. മുന്നേറ്റ നിര ശക്തിപ്പെടുത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു തീരുമാനം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് എക്സിൽ കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു അഭിപ്രായം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത്, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതായത് തിയാഗോയും കോൾഡോയും വളരെയധികം വേഴ്സറ്റൈൽ ആയിട്ടുള്ള താരങ്ങളാണ്. അതായത് മുന്നേറ്റ നിരയിലെ പല പൊസിഷനുകളിലും കളിക്കാൻ കഴിയുന്ന താരങ്ങളാണ് ഈ 2 താരങ്ങളും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു പോച്ചറെ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടില്ല. തിയാഗോയാണെങ്കിലും കോൾഡോയാണെങ്കിലും മുന്നേറ്റ നിരയിൽ എവിടെയും കളിക്കുന്ന താരങ്ങളാണ്. അതല്ലെങ്കിൽ ഒരു പ്യുവർ നമ്പർ 9 സ്ട്രൈക്കർമാരല്ല ഈ 2 താരങ്ങളും, മറിച്ച് വേഴ്സറ്റൈൽ ആയിക്കൊണ്ട് കളിക്കുന്ന താരങ്ങളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് യഥാർത്ഥത്തിൽ ഒരു പോച്ചറെ ആവശ്യമുണ്ട്. അതായത് അർദ്ധാവസരങ്ങൾ പോലും ഗോളടിക്കാൻ കപ്പാസിറ്റിയുള്ള താരങ്ങളെ, ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. ജീസസ് ജിമനസ് അത്തരത്തിലുള്ള ഒരു താരമായിരുന്നു. ഈ തിയാഗോയുടെ കാര്യത്തിലാണെങ്കിലും ആൽവസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഗോളുകളൊന്നും ഇവർ തങ്ങളുടെ കരിയറിൽ സ്വന്തമാക്കിയിട്ടില്ല. മറിച്ച് ടീമിനെ നല്ല രൂപത്തിൽ സഹായിക്കും, മുന്നേറ്റ നിരയിൽ നിറഞ്ഞു കളിക്കും, അതുപോലെ തന്നെ ഡിഫൻസിനെ സഹായിക്കും, മധ്യനിരയെ സഹായിക്കും. അത്തരത്തിലുള്ള പ്രൊഫൈലുകൾ ഉള്ള 2 താരങ്ങളാണ് തിയാഗോയും അതുപോലെ തന്നെ കോൾഡോയും. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റ നിരയിലേക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു താരം, അത് ഒരു പോച്ചറായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്യുവർ നമ്പർ 9 സ്ട്രൈക്കർ ആയിരുന്നു. ഏത് അവസരവും ഗോളാക്കി മാറ്റാൻ കപ്പാസിറ്റിയുള്ള, ബോക്സിനകത്ത് എപ്പോഴും ലഭ്യമായിരിക്കുന്ന ഒരു നല്ല ഒരു സ്ട്രൈക്കറെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം. അത്തരത്തിലുള്ള ഒരു സ്ട്രൈക്കറെ ക്ലബ്ബ് മിസ് ചെയ്യില്ലേ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. നിലവിൽ ക്ലബിനോടൊപ്പം 5 വിദേശ താരങ്ങളാണ് ഉള്ളത്. അതായത് ഡുഷാൻ ലഗാത്തോർ ഉണ്ട്. അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും സെന്റർ ബാക്ക് ആയിക്കൊണ്ടും കളിക്കും. മിക്കവാറും സെന്റർ ബാക്ക് പൊസിഷനിൽ തന്നെയായിരിക്കും അദ്ദേഹം കളിക്കുക. ഇനി അഡ്രിയാൻ ലൂണയുണ്ട്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. അതുപോലെ തന്നെ കോൾഡോയുണ്ട്, അദ്ദേഹം സെന്റർ ഫോർവേഡ് ആണ്. പക്ഷെ അദ്ദേഹം ഒരു പോച്ചർ അല്ല, മറിച്ച് എല്ലാ ഇടത്തും കളിക്കുന്ന ഒരു താരമാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയ് ഉണ്ട്. അതുപോലെ തന്നെ തിയാഗോ ആൽവസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹവും ഒരു ലെഫ്റ്റ് വിങ്ങറാണ്. ഒരു ലെഫ്റ്റ് വിങ്ങറെ കൂടി അവിടെ ആവശ്യമുണ്ടായിരുന്നോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും സെക്കൻഡ് സ്ട്രൈക്കർ ആയിക്കൊണ്ടും കളിപ്പിക്കാൻ കഴിയുന്ന ഒരു താരമാണ് തിയാഗോ ആൽവസ്. ഇനിയിപ്പോൾ ഒരു വിദേശ താരത്തെ കൂടി കൊണ്ടുവരാൻ കഴിയും. അത് മിക്കവാറും ഒരു സെന്റർ ബാക്ക് തന്നെയായിരിക്കും. അതേസമയം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരാമായിരുന്നു എന്ന അഭിപ്രായം ആരാധകർക്കിടയിൽ ഉണ്ട്. ഏതായാലും നല്ല ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറെയും അതുപോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള ഒരു നമ്പർ 9 സ്ട്രൈക്കറെയും കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിൽ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.